വിളപ്പിൽ മോഡൽ ഇംഗ്ലീഷ് ലേണിംഗ് പ്രോഗ്രാമിന്റെ 13ാമത് അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിനോടൊപ്പം വെൻ, ബിഫോർ, ആഫ്റ്റർ, സിൻസ്, അൻറ്റിൽ, ടിൽ, ആസ് സൂൺ ആസ് തുടങ്ങിയ ടൈം വേർഡുകളും പിന്നെ ഇഫും ചേർത്ത് എങ്ങനെയാണ് വാക്യങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പരിശോധിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ, സിമ്പിൾ പ്രസന്റ് ഈ രണ്ട് ടെൻസ് ഫോമുകളോടൊപ്പം ഇത്തരം ടൈം വേർഡുകളും പിന്നെ ഇഫും എങ്ങനെ ചേർക്കാം എന്ന് പരിശോധിക്കാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പഠിക്കാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷെ അതിനോടൊപ്പം വെൻ, ബിഫോർ, ആഫ്റ്റർ ചേർക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള സംഗതിയല്ല, വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിനോടൊപ്പം വെനും, ബിഫോറും, ആഫ്റ്ററും, ഇഫും ഒക്കെ ചേർക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിനോടൊപ്പം ഇവയെ എങ്ങനെ ചേർക്കാം എന്നുള്ളത് ഈ ക്ലാസ്സിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് മാറ്റി വെക്കും. അതൊരു 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ സിമ്പിൾ ഫ്യൂച്ചറിനോടൊപ്പം വെൻ, ബിഫോർ, ആഫ്റ്റർ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. പലരും പഠനം തന്നെ നിർത്തിപ്പോകാൻ കാരണമാകുന്ന ഒരു ടെൻസ് ഫോമും പിന്നെ അതിന്റെ പങ്കാളികളുമാണ് ഈ പറയുന്ന വെൻ, ബിഫോർ, ആഫ്റ്റർ തുടങ്ങിയവ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇതൊരു സൗജന്യ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ അംഗത്വം ലഭിക്കുന്നതിനായി 9188005525 എന്ന നമ്പറിലേക്ക് വിളപ്പിൽ ഇംഗ്ലീഷ് എന്ന വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ ഇതിനെ തുടർന്ന് ലഭിക്കുന്ന ക്ലാസ്സുകൾ, അവരുടെ പരിശീലന ചോദ്യങ്ങൾ, അവരുടെ ഉത്തരങ്ങൾ, പിന്നെ താങ്കൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ സംശയ നിവാരണം എല്ലാം ഈ നമ്പറിലൂടെ ലഭിക്കുന്നതായിരിക്കും. എല്ലാ മാസവും 5-ാം തീയതിക്കും 15-ാം തീയതിക്കും ഉള്ളിലാണ് ഓരോ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഈ വരുന്ന ബാച്ച് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ താങ്കൾക്കും അംഗത്വം ലഭിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മുൻപ് പറഞ്ഞതുപോലെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് അവൻ വരുമ്പോൾ എന്ന വാക്യത്തെ എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റേണ്ടത് എന്ന് പരിശോധിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിനോടൊപ്പം വെന്ന് ചേർക്കാൻ നേരത്ത് അവൻ വന്നപ്പോൾ എന്ന വാക്യത്തെ എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റിയതെന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യം അവൻ വന്നപ്പോൾ എന്ന സെന്റൻസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അവൻ വന്നു പ്ലസ് അപ്പോൾ ആക്കി. അപ്പോൾ എന്നതിന്റെ ഇംഗ്ലീഷ് വെന്നാണ്. വെന്നിന് എപ്പോൾ എന്നുള്ള അർത്ഥമുണ്ട്, അപ്പോൾ എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ വെന്നാണ് ചേർക്കേണ്ടത്. അപ്പൊ അവൻ വന്നപ്പോൾ, അവൻ വന്നു പ്ലസ് അപ്പോൾ. അവൻ വന്നു എന്നതിന്റെ ഇംഗ്ലീഷ് ഹി കെയിം പ്ലസ് വെൻ. വെൻ എപ്പോഴും ആദ്യം ചേർക്കണം എന്ന് പറഞ്ഞു. വെന്, ബിഫോർ, ആസും, ആസുമാസ് എല്ലാം സെന്റൻസിന്റെ ആദ്യമാണ് ചേർക്കേണ്ടത്. മലയാളത്തിൽ അപ്പോൾ അവസാനമാണ്, ഇംഗ്ലീഷിൽ അത് ആദ്യം ചേർക്കണം. അപ്പോൾ അവൻ വന്നപ്പോൾ വെൻ ഹി കെയിം, ഹി കെയിം പ്ലസ് വെൻ, വെൻ ഹി കെയിം. അതേപോലെ ഇവിടെ അവൻ വരുമ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? അവൻ വരും പ്ലസ് അപ്പോൾ. അവൻ വരും എന്ന് പറയാൻ നമുക്കറിയാം. എങ്ങനെ പറയും? ഹി വിൽ കം. അയ്യോ വിയോ എന്നാൽ ഷാളാണ്, ഇവിടെ ഹി ആണ്, അതുകൊണ്ട് വില്ല് വന്നു. ഹി വിൽ കം പ്ലസ് അപ്പോൾ വെൻ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പലർക്കും അബദ്ധം പറ്റുന്നത് ഇവിടെയാണ്. ഹി വിൽ കമ്മിനോടൊപ്പം വെന്ന് വരുമ്പോൾ വെൻ ഹി വിൽ കം അല്ല, തെറ്റാണ്. ഒരു കാരണവശാലും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനോടൊപ്പം വെൻ, ബിഫോർ, ആഫ്റ്റർ എന്നിവ വരാൻ പാടില്ല. അതായത് വെൻ, ബിഫോർ, ആഫ്റ്റർ, വൈൽ തുടങ്ങിയ ടൈം വേർഡുകൾ ഉണ്ടെങ്കിൽ അവയോടൊപ്പം യാതൊരു കാരണവശാലും ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാൻ പാടില്ല. ഇത് സിമ്പിൾ ഫ്യൂച്ചറിന്റെ കാര്യമല്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും അത് ആക്റ്റീവ് വോയിസിലായാലും പാസീവ് വോയിസിലായാലും മൊഡാൽ ആക്സിലറേറ്ററുടെ കാര്യത്തിലായാലും എല്ലാത്തിലും ഈ നിയമം ബാധകമാണ്. അപ്പൊ ആ ക്ലാസ്സിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ ക്ലാസ്. എല്ലാ ഫ്യൂച്ചർ ടെൻസുകളെയും ബാധിക്കുന്ന ഒരു നിയമത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഫ്യൂച്ചറിനോടൊപ്പം വെൻ, ബിഫോർ, ആഫ്റ്റർ തുടങ്ങിയ ടൈം വേർഡുകൾ വന്നാൽ അതിനെ പ്രസന്റ് ഫോമിലേക്ക് മാറ്റണം എന്നാണ് ഇംഗ്ലീഷിലെ റൂള്. എന്തുകൊണ്ടാണ് ആ റൂൾ എന്ന് വെച്ചാൽ പണ്ടേ ഇംഗ്ലീഷ് സാഹിത്യകാരങ്ങളുടെ റൂൾ ഫോളോ ചെയ്യുന്നു. അതുപോലത്തെ റൂള് തന്നെയുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചോളാം. ഫ്യൂച്ചറിനോടൊപ്പം വെൻ, വെൻ എന്ന് പറഞ്ഞാൽ വെൻ ആവാം, ബിഫോർ ആവാം, ആഫ്റ്റർ ആവാം, വൈൽ ആവാം, ആസ് ആവാം, ആസൂൺ ആസ് ആവാം, ടിൽ ആവാം, അല്ലെങ്കിൽ ഇഫ് ആവാം. ടൈം വേർഡുകൾ തന്നെ ആവണമെന്നില്ല.
ഇഫ് ആവാം, ഇങ്ങനെയുള്ള എന്ത് വന്നാലും ഫ്യൂച്ചറിനോടൊപ്പം അങ്ങനെ എന്ത് വന്നാലും അതിനെ പ്രസന്റ് ആക്കണം. ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഇതിന്റെ അപ്പുറം ബുദ്ധിമുട്ടുള്ള മലയാളം പഠിക്കുന്നത് നമുക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഏതോ സിനിമയിൽ മോഹൻലാൽ പറയുന്ന പോലെ പുഷ്പം പൂ വരയ്ക്കുന്ന പോലെ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ സംഗതി സിമ്പിൾ ആണ്. ഫ്യൂച്ചർ കണ്ടാൽ അതിന്റെ കൂടെ വരുന്നുണ്ടോ അതിനെ ഇന്ന് പ്രസന്റ് ആക്കുക, സംഗതി കഴിയും, നിസ്സാരം. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹി വിൽ കം ഫ്യൂച്ചർ ആണ്, അതിന്റെ കൂടെ വെന്നുക. അപ്പോ ഹി വിൽ കമ്മില് നമുക്കൊന്ന് പ്രസന്റ് ആക്കിയ കാര്യം കഴിഞ്ഞു. ഹീയുടെ കൂടെ എന്ത് വരണം? ഡസ് ആണ് വരേണ്ടത്. അപ്പൊ ഡസും കമ്മും ചേരുമ്പോ കംസ് കിട്ടും. അപ്പോ ഹി കംസ് പ്ലസ് വെൻ. അപ്പൊ എങ്ങനെ പറയാം? വെൻ ഹി കംസ്. അപ്പോ അവൻ വരുമ്പോൾ, അവൻ വരും പ്ലസ് അപ്പോൾ അവൻ വരും. ഹി വിൽ കം അപ്പോൾ വെൻ. അപ്പൊ വെൻ ഹി വിൽ കം അല്ല, വെൻ ഹി കംസ് ആണ്. വെൻ ഹി കംസ് ആണ്. അപ്പൊ നിങ്ങൾ പലർക്കും ഒരു സംശയം തോന്നുന്നുണ്ടാവും, വെൻ ഹി കംസിലെ ഹി കംസിന്റെ അർത്ഥം അവൻ വരാറുണ്ട് എന്നാണോ അവൻ വരും എന്നാണോ? ഹി കംസിന്റെ അർത്ഥം അവൻ വരാറുണ്ട് എന്നാണ്. സ്ഥിരമായിട്ട് വരാറുണ്ട്, സിമ്പിൾ പ്രസന്റ് ആണ്, റെഗുലർ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, ശീലങ്ങളാണ്. അപ്പൊ ഹി കംസ് ഹിയർ എവരിഡേ, എല്ലാ ദിവസവും വരാറുണ്ട്. പക്ഷെ ഇവിടെ വെന്നിനോടൊപ്പം ഇവിടെ വന്നിരിക്കുന്ന ഹി കംസിന്റെ അർത്ഥം സിമ്പിൾ പ്രസന്റ് അല്ല, അവൻ വരാറുണ്ട് എന്നല്ല, അല്ലെ വരാറുള്ളപ്പോൾ എന്നല്ല, അവൻ വരുമ്പോൾ എന്നാണ്, ഫ്യൂച്ചർ ആണ്. വേഷം മാറി നിൽക്കുന്നുള്ളൂ, ടെൻസ് ഫ്യൂച്ചർ തന്നെയാണ്. ഹി വിൽ കം തന്നെയാണ് ഇവിടെ കാണുന്ന ഹി കംസ്. വെന്ന് വന്നപ്പോൾ സംഗതി മാറിയെന്ന് മാത്രം. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ മലയാള സിനിമകൾ, തമിഴ് സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നായികയെ രക്ഷിക്കാൻ ഈ നായികയുടെ കല്യാണത്തിന്റെ തലേന്ന് നായികയുടെ അച്ഛൻ ഗുണ്ടയോല്ലോ ആ ഏരിയയിൽ വലിയ പ്രമാണിയോ ഗുണ്ടയൊക്കെ ആയിരിക്കും. അപ്പൊ അവിടെ നായികയെ തട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പെൺവേഷം അണിഞ്ഞു പോകാറുണ്ട്. ഒന്നുകിൽ പർദ്ദയിട്ടിട്ട് പോകും, അല്ലെങ്കിൽ സ്ത്രീവേഷം അണിഞ്ഞിട്ട് പോകാറുണ്ട്. അങ്ങനെ സ്ത്രീവേഷം അണിഞ്ഞ് നായികയുടെ അടുത്ത് ചെല്ലുന്നു, പർദ്ദയുടെ മുഖം മൂടി പൊക്കി കാണിച്ചിട്ട് ഞാനാണെന്ന് പറയുന്നു, നായികയെ കടത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് മാതിരി ഇവിടെ ഹി വിൽ കം തന്നെയാണ് ഈ കാണുന്ന സംഗതി, ഹി കംസ്. വെൻ ബിഫോർ ആഫ്റ്റർ തുടങ്ങിയ ടൈം വേർഡുകൾക്കൊപ്പം വരാൻ പാടില്ലാത്തത് കൊണ്ട്, അങ്ങനെ ഒരു നിയമം ഉള്ളത് കൊണ്ട് പുള്ളിക്കാരൻ വേറൊരു രൂപത്തിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സംഗതി അർത്ഥം ഒന്ന് തന്നെയാണ്, അവൻ വരും എന്ന് തന്നെയാണ്. അപ്പൊ ഇനി പറയാൻ പോകുന്ന എല്ലാ ടൈം വേർഡുകളും ബിഫോർ ആവാം, ആഫ്റ്റർ ആവാം, ടിൽ ആവാം, അണ്ടിൽ ആവാം, അല്ലെങ്കിൽ ആസ് ആവാം, അസൂണാസ് ആവാം, സിൻസ് വരില്ല. കാര്യം സിൻസ് ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ പാസ്റ്റിനെ പ്രസന്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് സിൻസ് എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു. ഇത് ഫ്യൂച്ചർ ആയതുകൊണ്ട് സിൻസ് ഇതിനോടൊപ്പം വരില്ല. സിൻസിന് മറ്റർത്ഥങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. നേരത്തെ മുൻപ് പറഞ്ഞ അർത്ഥത്തിലുള്ള സിൻസ് ഇതിനോടൊപ്പം ഒരിക്കലും വരില്ല. പിന്നെ ഇഫ് വരാം, ഇഫ് വന്നാലും ഇത് തന്നെയാണ് നിയമം. അപ്പൊ നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് പോകാം. ഇനി നമുക്ക് ബിഫോറിനെ പരിചയപ്പെടാം. ബിഫോർ എന്ന് പറയുമ്പോൾ മുൻപ് അല്ലെങ്കിൽ മുന്നേ എന്നുള്ള അർത്ഥമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചതാണ്. അപ്പോൾ അവൻ വരും മുൻപ് അല്ലെങ്കിൽ അവൻ വരുന്നതിന് മുൻപ്, അവൻ വരും മുൻപ് അല്ലെങ്കിൽ അവൻ വരുന്നതിന് മുൻപ്. എങ്ങനെ പറയാം? അവൻ വരും പ്ലസ് മുൻപ്, അതിന് മുൻപ്. അവൻ വരും, he will come പ്ലസ് മുൻപ്, ബിഫോർ. ബിഫോർ ആദ്യം ചേർക്കണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എങ്ങനെ പറയും? ബിഫോർ ഹി വിൽ കം പറ്റുമോ? ഇല്ല. കാര്യം ബിഫോറിനോടൊപ്പം ഫ്യൂച്ചർ വന്നാൽ അതിനെ പ്രസന്റ് ആണ്. അപ്പൊ ബിഫോർ ഹി വിൽ കം അല്ല, പകരം ബിഫോർ ഹിയോടൊപ്പം സിമ്പിൾ പ്രസന്റിലെ ഡസ് ആണ്. ഡസും കമ്മും വരുമ്പോൾ കംസ് ആയി. ബിഫോർ ഹി കംസ്. ഈ അവന്റെ സ്ഥാനത്ത് അവർ ദേ ആയിരുന്നെങ്കിലോ? അവർ വരും മുൻപ്, അവർ വരും പ്ലസ് അതിന് മുൻപ്. ദേ വിൽ കം പ്ലസ് ബിഫോർ. അപ്പൊ ദേ വിൽ കമ്മിനോടൊപ്പം ബിഫോർ വരുമ്പോൾ പ്രസന്റ് ആക്കണം. പ്രസന്റിൽ ദേയോടൊപ്പം ഡു ആണ്. ഇവിടെ ഹി ആയതുകൊണ്ട് ഡസ് ആയി, കംസ് ആയി. ഡസ് പ്ലസ് കം കംസ് ആയി. അവിടെ ദേ ആണ്, ദേക്ക് ഡു ആണ്. ഡു പ്ലസ് കം കമ്മ് തന്നെയാണ് കിട്ടുക. അപ്പോൾ അവന്റെ സ്ഥാനത്ത് അവരായിരുന്നെങ്കിൽ, അവർ വരും മുൻപ് എന്നായിരുന്നെങ്കിൽ ബിഫോർ ദേ കംസ് അല്ല, ബിഫോർ ദേ കം ആണ് കിട്ടുക. ബിഫോർ ദേ കം. അപ്പൊ മഴ പെയ്യും മുൻപ്, ബിഫോർ ഇറ്റ് റെയിൻസ്. ബിഫോർ ഇറ്റ് റെയിൻസ്.
അവർ എന്നെ ഫോൺ ചെയ്യും മുൻപ്. ബിഫോർ ദേ വിൽ ഫോൺ മീ അല്ല, ബിഫോർ ദേ ഫോൺ മീ. ബിഫോർ ദേ ഫോൺ മീ. ഞാൻ പരീക്ഷ പാസ്സാകുന്നതിന് മുൻപ്. ബിഫോർ ഐ പാസ് ദി എക്സാമിനേഷൻ. ബിഫോർ പ്ലസ് ഐ ഷാൽ പാസ് ദി എക്സാമിനേഷൻ ആണ് ബിഫോർ ഐ പാസ് ദി എക്സാമിനേഷൻ ആയി. ബിഫോർ പ്ലസ് ഇറ്റ് വിൽ റെയിൻ ആണ് ബിഫോർ ഇറ്റ് റെയിൻസ് ആയി. ബിഫോർ പ്ലസ് ദേ വിൽ കം ആണ് ബിഫോർ ദേ കം ആയി. അപ്പൊ വെന്നിനെ പോലെ തന്നെ ബിഫോറിനോടൊപ്പവും ഫ്യൂച്ചർ വന്നാൽ ഫ്യൂച്ചറിനെ മാറ്റി പ്രസന്റ് ആവും. ഇനി ഇതേ സ്ഥാനത്ത് ബിഫോറിന്റെ സ്ഥാനത്ത് ആഫ്റ്റർ വന്നാലോ ഇത് തന്നെയാണ് നിയമം. അപ്പോൾ അവർ വന്നതിന് ശേഷം ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മലയാളത്തിൽ ശ്രദ്ധിച്ചാൽ മതി. അവൻ ഇന്നലെ വന്നതിന് ശേഷം, ഇന്നലെ വന്നു പ്ലസ് അതിന് ശേഷം. അവൻ നാളെ വരും പ്ലസ് അതിന് ശേഷം എന്ന് പറയാനും അവർ നാളെ വന്നതിന് ശേഷം എന്ന് തന്നെയാണ് നമ്മൾ പറയുക. നാളെ വരുന്നതിന് ശേഷം എന്ന് പൊതുവിൽ മലയാളി പറയാറില്ല. അപ്പൊ ആ അർത്ഥത്തിൽ അവൻ നാളെ വന്നതിന് ശേഷം എങ്ങനെ പറയാം? അവൻ നാളെ വരും പ്ലസ് അതിന് ശേഷം. ഹി വിൽ കം ടുമാറോ പ്ലസ് ആഫ്റ്റർ. അപ്പൊ ആഫ്റ്റർ ഹി വിൽ കം ടുമാറോ അല്ല, ആഫ്റ്റർ ഹി കംസ് ടുമാറോ. അവിടെ വേണമെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കാം, സോറി പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് മാറി പ്രസന്റ് പെർഫെക്റ്റ് ആവണമെന്നൊക്കെ റൂൾ ഉണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് അവൻ വന്നതിന് ശേഷം, നാളെ വന്നതിന് ശേഷം, ഇന്നലെ വന്നു എന്നുള്ള വന്നുവല്ല, നാളെ വന്നതിന് ശേഷം. ആഫ്റ്റർ ഹി കംസ് ടുമാറോ. അവർ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് ശേഷം, ചെയ്തതിന് ശേഷം, പിന്നീട്. ആഫ്റ്റർ ദേ ഇൻവൈറ്റ് മീ. നീ കല്യാണത്തിന് പോവോ? തീരുമാനിച്ചില്ല, അവര് എന്നെ ഇൻവൈറ്റ് ചെയ്ത ശേഷം പറയാം. അപ്പൊ ആഫ്റ്റർ ദേ ഇൻവൈറ്റ് മീ. നീ അടുത്ത ഏത് കോഴ്സിൽ ചേരാനാണ് ഉദ്ദേശിക്കുന്നത്? അത് എനിക്കറിയില്ല. ഞാൻ ആദ്യം പരീക്ഷ പാസ്സാകും. ഞാൻ പരീക്ഷ പാസ്സായതിനു ശേഷം ചിന്തിക്കാം. ആഫ്റ്റർ ഐ പാസ് ദി എക്സാമിനേഷൻ. അവൾ പരീക്ഷ പാസ്സായതിനു ശേഷം, ഷീയാ. അപ്പോൾ ആഫ്റ്റർ പ്ലസ് ഷീ വിൽ പാസ് ദി എക്സാമിനേഷൻ. ഷീ വില്ലിന് പകരം ആഫ്റ്റർ വന്നത് കൊണ്ട് ഷീയുടെ കൂടെ ഡസ് ചേർത്ത് സിമ്പിൾ പ്രസന്റ് ആക്കണം. അപ്പോൾ ആഫ്റ്റർ ഷീ പാസസ് ദി എക്സാമിനേഷൻ. ആഫ്റ്റർ ഷീ പാസസ് ദി എക്സാമിനേഷൻ. നമുക്ക് ഇതിന്റെ എക്സസൈസ് ഇതിന് ശേഷം ഒരു എക്സസൈസ് മാത്രമായിട്ടൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പഠിച്ചു പോകും. അതുകൊണ്ട് ഈ എപ്പിസോഡ് സാധാരണ കാണുന്ന മാതിരി ഈ എപ്പിസോഡിൽ എക്സസൈസ് ഇത്തിരി അതിന്റെ എക്സാമ്പിൾസ് ഇച്ചിരി കുറവായിരിക്കും. പെട്ടെന്ന് പറഞ്ഞു പോവാം. എക്സസൈസ് നമുക്ക് മറ്റൊരു എപ്പിസോഡ് ചെയ്യാം. അപ്പൊ ഇനി ഇഫിനോടൊപ്പം ഫ്യൂച്ചർ വന്നാൽ എന്ത് സംഭവിക്കും നമുക്കിനി നോക്കാം. ആദ്യമായിട്ട് നമുക്ക് അവൻ വരുമെങ്കിൽ അല്ലെങ്കിൽ അവൻ വന്നാൽ എന്ത് സംഭവിക്കും എന്ന് പരിശോധിക്കാം. അവൻ വരുമെങ്കിൽ, ഇപ്പൊ അവൻ വരുമെങ്കിൽ അല്ലെങ്കിൽ അവൻ വന്നാൽ ഞാനും അവനോടൊപ്പം പോകും, അവൻ വന്നാൽ ഞാനും അവന്റെ കൂടെ പോയി സിനിമ കാണും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അവൻ വരുമെങ്കിൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? അവൻ വരും പ്ലസ് എങ്കിൽ, എങ്കിൽ അല്ലെങ്കിൽ എന്നാൽ, അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആയാൽ. അപ്പോൾ അവൻ വരും, he will come പ്ലസ് എങ്കിൽ ഇഫ്. അപ്പൊ എങ്ങനെ പറയാം? ഇഫ് he will come അല്ല, ഇഫ് he will come വരാറുണ്ട് ചില സന്ദർഭത്തിലൊക്കെ. അത് നമുക്ക് ഇഫ് കണ്ടീഷൻസ് പഠിക്കാൻ നേരത്ത് വളരെ വിശദമായിട്ട്, ഇഫ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, ഇഫ് ക്ലോസസ് ഉണ്ട്, അത് പഠിക്കാൻ നേരത്ത് വിശദമായിട്ട് പഠിക്കാം. അപ്പൊ തൽക്കാലം നമുക്ക് ഇതിനെപ്പറ്റി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ അവൻ വരും, he will come പ്ലസ് ഇഫ്. എങ്ങനെ വരാം? ഇഫ് വെൻ ബിഫോർ പോലെ തന്നെയാണ് നിയമം. ഇഫിനോടൊപ്പം ഫ്യൂച്ചർ വന്നാൽ പ്രസന്റ് ആക്കണം. അപ്പോൾ he will come plus if he comes. If he comes, അവൻ വന്നാൽ, അവൻ വരുമെങ്കിൽ. അവർ വരുമെങ്കിലാണെങ്കിലോ അവന്റെ സ്ഥാനത്ത് അവര് വന്നാൽ ദേ ആയി, ദേ വിൽ കം പ്ലസ് ഇഫ് ആയി, ദേയോടൊപ്പം ഡസ് അല്ല ഡു ആണ്. അപ്പൊ എങ്ങനെ വരാം? ഇഫ് ദേ കം, ഇഫ് ദേ കം. മഴ പെയ്യുമെങ്കിൽ, മഴ പെയ്താൽ, if it rains, it will rain plus if it rains. അപ്പോൾ if it rained നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. if it rained അർത്ഥം മഴ പെയ്യില്ല, ഉറപ്പാണ്. വെറുതെ സങ്കല്പിച്ച് പറയാണ് മഴ പെയ്യുവാണെങ്കിൽ നല്ല സുഖമായിരിക്കും. അപ്പൊ if it rained if it rains തമ്മിൽ എന്താ വ്യത്യാസം? if it rained ഇത്രയേ ഉള്ളൂ വ്യത്യാസം. if it rained എന്ന് പറഞ്ഞാൽ സങ്കല്പിച്ച് പറയുന്നു. if it rains എന്ന് പറഞ്ഞാൽ ഇനി മഴ പെയ്യുമെങ്കിൽ ഏതാണ്ട് ഒരു സാധ്യത ചിലപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. മഴ പെയ്യുമെങ്കിൽ ചൂടൊന്ന് കുറഞ്ഞേനെ, ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യത ഉണ്ടാവും. ഒരു അല്പമെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഇഫിനോടൊപ്പം
സിമ്പിൾ ഫ്യൂച്ചർ അല്ല, സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ഥാനത്ത് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം. ഇപ്പൊ ഒരാൾ നന്നായിട്ട് പഠിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു അല്പസ്വല്പമൊക്കെ പഠിക്കുന്ന ആളാണെന്ന് കരുതുക. പുള്ളിക്കാരൻ പരീക്ഷ എഴുതിയെന്ന് കരുതുക. അപ്പൊ പറയണം ഞാൻ പാസ്സായാൽ, ഞാൻ പാസ്സാകുമെങ്കിൽ. പുള്ളി പരീക്ഷ എഴുതിയിട്ടുണ്ട്, വേണമെങ്കിൽ പാസ്സാകാൻ സാധ്യതയുണ്ട്. അപ്പൊ പറയാം ഇഫ് ഐ പാസ്. ഇഫ് പ്ലസ് ഐ ഷാൾ പാസ് ആണ്. അപ്പൊ ഇനി പാസ്സാകും പ്ലസ് ഇഫ് എങ്കിൽ, പാസ്സാകുമെങ്കിൽ. അപ്പോ ഫ്യൂച്ചറിനോടൊപ്പം ഇഫ് വന്നതുകൊണ്ട് പ്രസന്റ് ആയി. ഐ ഷാൾ പാസിന് പകരം ഇഫ് ഐ പാസ് ദി എക്സാമിനേഷൻ, പരീക്ഷ പാസ്സായാൽ. ഇനി പരീക്ഷ എഴുതാത്ത ഒരാൾ പറയാണ് പരീക്ഷ പാസ്സായിരുന്നെങ്കിൽ അടുത്ത വർഷം ആ കോഴ്സിന് ജോയിൻ ചെയ്യാമായിരുന്നു. അപ്പൊ എഴുതിയിട്ടില്ല, വെറുതെ സങ്കല്പിക്കുകയാണ് പരീക്ഷ പാസ്സായിരുന്നെങ്കിൽ. എങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇഫ് ഐ പാസ് ദി എക്സാമിനേഷൻ, ഇഫ് ഐ പാസ് ദി എക്സാമിനേഷൻ. അപ്പൊ ഇഫിനോടൊപ്പം സിമ്പിൾ പാസ്റ്റ് വന്നാൽ അത് ഫ്യൂച്ചർ ആണ്, പക്ഷെ നടക്കില്ല എന്ന് ഉറപ്പുണ്ട്. ഇഫിനോടൊപ്പം ഫ്യൂച്ചർ വരുമ്പോൾ അതിനെ പ്രസന്റ് ആക്കണം. അതിന്റെ അർത്ഥം വേണമെങ്കിൽ നടക്കാം, വേണമെങ്കിൽ നടക്കാം. ഇപ്പോ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് പണങ്ങിയിരിക്കുകയാണ്. പുള്ളിക്കാരന്റെ കല്യാണത്തിന് നമ്മളെ ക്ഷണിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്, ക്ഷണിക്കില്ല എന്ന് ഉറപ്പുണ്ട്. അപ്പൊ നമ്മൾ പറയാണ് അവ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ അവന്റെ കല്യാണത്തിന് പോകാമായിരുന്നു. നമുക്ക് 100% ഉറപ്പാണ്, ക്ഷണിക്കില്ല. വെറുതെ സങ്കല്പിച്ച് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഇഫ് ഹി ഇൻവൈറ്റഡ് മീ, സിമ്പിൾ പാസ്റ്റ് പറയാം. സിമ്പിൾ പാസ്റ്റ് അല്ല, ഫ്യൂച്ചർ ആണ് ശരിക്കും. അപ്പൊ ഇനി അത് ചിലപ്പോൾ അവൻ ക്ഷണിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുക. അപ്പൊ നമ്മൾ പറയും അവൻ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പോകും. അപ്പൊ എങ്ങനെ പറയും? അവൻ എന്നെ ക്ഷണിക്കും പ്ലസ് എങ്കിൽ, ക്ഷണിക്കുമെങ്കിൽ. ഹി വിൽ ഇൻവൈറ്റ് മീ പ്ലസ് ഇഫ്. അപ്പൊ എന്ത് വരാം? ഇഫ് ഹി ഇൻവൈറ്റ്സ് മീ, ഇഫ് ഹി ഇൻവൈറ്റ്സ് മീ. ഹി വിൽ ഇൻവൈറ്റ് മീ അല്ല, ഇഫ് ഹി ഇൻവൈറ്റ്സ് മീ. ഇതിന്റെയും എക്സാമ്പിൾസും കൂടുതൽ എക്സസൈസും നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് വരുന്നുണ്ട്. അപ്പൊ തൽക്കാലം ആ ഭാഗം ഇവിടെ നിർത്താണ്. ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അൻഡിൽ പറയാൻ വിട്ടുപോയി. അൻഡിൽ അല്ലെങ്കിൽ ടിൽ എന്ന് പറഞ്ഞാൽ വരെ എന്നാണ് അർത്ഥം. അവൻ വരുന്നത് വരെ നമ്മൾ പറയില്ലേ, അവൻ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ പറയാം? അവൻ വരും പ്ലസ് അത് വരെ. ഹി വിൽ കം പ്ലസ് അൻഡിൽ. അപ്പൊ എങ്ങനെ പറയാം? ഹി വിൽ കം പ്ലസ് അൻഡിൽ. അൻഡിൽ ഹി കംസ്. അവര് വരുന്നത് വരെയാണെങ്കിൽ they will come plus until. അപ്പൊ എങ്ങനെ പറയാം? until they come. യുടെ കൂടെ do ആണ്, do plus come ആണ്. until they come. നമ്മൾ പറയല്ലേ ഞാൻ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. Please wait there until I come. I shall come plus until I come. ഇത്രയാണ് ഫ്യൂച്ചർ ടെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ടൈം വേർഡുകളും ഇഫും തമ്മിലുള്ള ബന്ധം, പ്രശ്നങ്ങൾ. ഇത് നമ്മൾ ഏതാണ്ട് ഒരുവിധം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ നമുക്കിനി പ്രസന്റിലേക്ക് പോകാം. പ്രസന്റ് പറയാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇനി നമുക്ക് പ്രസന്റ് ടെൻസിനോടൊപ്പം വെൻ ബിഫോർ ആഫ്റ്റർ എന്നിവ വന്നാൽ എന്ത് സംഭവിക്കും എന്ന് പരിശോധിക്കാം. സംഗതി സിമ്പിൾ ആണ്. പ്രസന്റ് ടെൻസിനോടൊപ്പം വെൻ ബിഫോർ ആഫ്റ്റർ വന്നാൽ പ്രസന്റ് ടെൻസ് തന്നെയാണ്. അപ്പൊ അവിടെ ഒരു പ്രശ്നം, ഫ്യൂച്ചറിനോടൊപ്പം വെൻ ബിഫോർ ആഫ്റ്റർ വന്നാൽ അത് പ്രസന്റ് ആവും. പ്രസന്റിനോടൊപ്പം വെൻ ബിഫോർ ആഫ്റ്റർ വന്നാലും പ്രസന്റ് ആവും. അപ്പോ വെൻ ബിഫോർ ആഫ്റ്ററിനോടൊപ്പം പ്രസന്റ് വന്നാൽ അത് ഫ്യൂച്ചർ ആണോ പ്രസന്റ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? നമുക്ക് അതിലേക്ക് പോകാം. ഒന്നും കൂടി പറയാം. സിമ്പിൾ പാസ്റ്റിനോടൊപ്പം വെൻ ബിഫോർ ആഫ്റ്റർ വന്നപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആയി. ഹി കെയിം പ്ലസ് വെൻ ഹി കെയിം, അവൻ വന്നപ്പോൾ. അടുത്തത് ഹി വിൽ കം പ്ലസ് വെൻ, എന്തായി? വെൻ ഹി കംസ് ആയി. അപ്പൊ അവൻ നാളെ വരും പ്ലസ് അപ്പോൾ. അപ്പൊ എന്തായി? വെൻ ഹി കംസ്. അപ്പൊ ഹി വിൽ കം ടുമാറോ പ്ലസ് വെൻ ആയിരുന്നെങ്കിൽ വെൻ ഹി കംസ് ടുമാറോ ആയി. അടുത്തത് ഹി കംസ്, അവൻ എന്നും വരാറുണ്ട്. അവൻ എന്നും വരുമ്പോ എനിക്ക് മുട്ടായി മേടിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ അവൻ എന്നും വരുമ്പോഴത്തേക്കും എന്റെ കൂടെ കളിക്കാൻ വരും, ഞങ്ങൾ ഒരുമിച്ച് കളിക്കാൻ പോകാറുണ്ട്. അപ്പൊ അവൻ എന്നും വരാറുണ്ട്. ഹി കംസ് എവരി ഡേ പ്ലസ് വെൻ. അപ്പൊ എന്താണ്? when he comes തന്നെയാണ്. ഇവിടെ when he comes വന്നപ്പോൾ അത് ഫ്യൂച്ചർ ആയി, ഇവിടെ when he comes വന്നപ്പോൾ അത് പ്രസന്റ് ആയി. അപ്പൊ ഇതിനെങ്ങനെ തിരിച്ചറിയും? വേറൊരു നിർവാഹമില്ല, കോണ്ടെക്സ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ when he comes tomorrow എന്ന് പറഞ്ഞാൽ അവൻ നാളെ വരുമ്പോൾ അത് ഫ്യൂച്ചർ ആണ്. he will come tomorrow എന്ന് ശരിക്കും. പക്ഷെ when he comes every day എന്ന് പറഞ്ഞാൽ അവൻ എന്നും വരുമ്പോൾ ഞാൻ അവനോടൊപ്പം പോയി കളിക്കാറുണ്ട്. അപ്പൊ ആ സിറ്റുവേഷൻ നോക്കി മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്ര മാത്രമേ ഇതിനെ കുറിച്ച് പറയാനുള്ളൂ. നമ്മൾ ഇനി 2 സെന്റൻസുകൾ ലിങ്ക് ചെയ്യാൻ പോവാം.
നമ്മൾ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത്തിരി കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ എന്നെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് എന്നെ കണ്ടതും സംസാരം നിർത്തി. ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ പറയണമെങ്കിൽ ഇതുപോലുള്ള വെൻ, ബിഫോർ, ആഫ്റ്റർ, ടിൽ, ആസ് സൂൺ ആസ്, ആസ് ഇത്തരം വാക്കുകൾ, ടൈം വേർഡുകളെയും ഈ പറയുന്ന സെന്റൻസുകളിൽ നിന്ന് ലിങ്ക് ചെയ്യണം. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. സെക്കൻഡ് സ്റ്റെപ്പ് ഇത്. ഈ രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് സെന്റൻസുകളെ ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് അടുത്ത പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ സെന്റൻസുകൾ ലിങ്ക് ചെയ്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്, അവിടെയും ലിങ്ക് ചെയ്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ ടെൻസ് ഫോമുകളെയും വെച്ചിട്ട് ഇതിനെ ലിങ്ക് ചെയ്യാനില്ല. അപ്പൊ ഈ ചാപ്റ്റർ, ഈ രണ്ട് ചാപ്റ്റർ, കഴിഞ്ഞ ചാപ്റ്റർ, ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ സംസാരിക്കാനോ എഴുതാനോ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മുറി സെന്റൻസ് പറയാം. അവൻ വന്നു, ഞാൻ പോയി എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ചെറിയ സെന്റൻസുകൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വലിയ സെന്റൻസുകൾ പറയണമെങ്കിൽ ഈ ലിങ്കിങ് മെത്തേഡ് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അതിനല്പം മെനക്കേടുണ്ട്. മിക്കവാറും പലരും പഠനം നിർത്തിപ്പോകുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ ഷീ ഈസ് കമ്മിങ്, ഐ നോ എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ സെന്റൻസ് ചെയ്യുന്നത് വലിയ സെന്റൻസുകളിലേക്ക് പോകുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടി സമ്മറി പറയാം. പാസ്റ്റിനോടൊപ്പം വെൻ, ബിഫോർ, ആഫ്റ്റർ, ടിൽ, അൻറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് ആണ്. ഫ്യൂച്ചറിനോടൊപ്പം വെൻ, ബിഫോർ, ആഫ്റ്റർ, ടില്ലൊക്കെ വന്നാൽ അത് പ്രസന്റ് ആവണം. പ്രസന്റിനോടൊപ്പം വന്നാലും പ്രസന്റ് ആണ്. ഇഫിനോടൊപ്പം പാസ്റ്റ് ചേർത്താൽ അത് ഫ്യൂച്ചർ ആണ്, പക്ഷെ നടക്കില്ല. വെറുതെ സങ്കല്പിച്ച് പറയാണ്. ഇഫിനോടൊപ്പം ഫ്യൂച്ചർ ചേർത്താൽ അത് പ്രസന്റ് ആവും. അതിൻ്റെ അർത്ഥം വേണമെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് നന്നായിട്ട് പഠിക്കുക. ഇതിന്റെ എക്സസൈസ് അടുത്ത ബാച്ചിൽ, അടുത്ത ക്ലാസ്സിൽ അയച്ചു തരുന്നുണ്ട്. ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം, അല്ലെങ്കിൽ എന്തെങ്കിലും നന്നാക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് എന്ത് അഭിപ്രായം ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ബാച്ചിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ പറഞ്ഞതുപോലെ 9188005525 എന്ന നമ്പറിലേക്ക് വിളപ്പിൽ ഇംഗ്ലീഷ് എന്ന് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ ബാക്കി വിവരങ്ങൾ നിങ്ങൾക്ക് അതിൽ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.